ഇതിൻ്റെ ലൊക്കേഷനുകളാണെങ്കിൽ നേരത്തെ എൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് പ്രതികൂല കാലാവസ്ഥകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് അതെല്ലാം എൻജോയ് ചെയ്തിട്ടാണ് ഇതിൽ വർക്ക് ചെയ്ത എല്ലാവരും ഈ സിനിമയുടെ കൂടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ബുദ്ധിമുട്ടുകളേക്കാൾ കൂടുതൽ സിനിമ എന്ന് പറയുന്ന ഒരു പാഷനായിട്ട് കണ്ട ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഔട്ട്കമാണ്, ഒരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ്. ചാശു പറഞ്ഞ പോലെ ഡ്രീം ഫിലിം, ആ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സ്വപ്നമായിട്ട് അത് യാഥാർത്ഥ്യമാവട്ടെ സിനിമാ തിയേറ്ററുകളിൽ വരുമ്പോൾ. മെയ് October 9 mark a new beginning for Malayalam cinema industry, Malayalam film. Thank you all. Please, Aksha, we are looking forward to that. Short leaves, ഏഴായിരം കണ്ടി എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റ് ഭാഗമാകാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗം. ഇതിൻ്റെ പ്രൊഡ്യൂസർ പ്രേമേനം സർ, എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സുധേട്ടൻ, അതിനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിൽ സ്നേഹിക്കുന്നു എൻ്റെ രണ്ടാമത്തെ, അതായത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് അല്ലേട്ടൻ. അല്ലേട്ടൻ ഒരുപാട് പ്രത്യേകതകൾ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ചും പ്രേക്ഷകരായ നമുക്കെല്ലാം എവിടെയാണോ വീഴ്ചയിലാവുക എന്ന് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പുള്ളി വീഴ്ചയിലാവുകയും നമ്മളിൽ നിന്നും അല്ലെങ്കിൽ ഒരു അഭിനേതാവിൽ നിന്നും എന്തെല്ലാം വീഴ്ചയെടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ഒരു സംവിധായകൻ. And I'm very thankful to the entire crew for being part of this film. Thank you. Thank you.